അയ്യപ്പ സന്നിധിയിലേക്ക് ഭക്തജന പ്രവാഹമാണ്. മകരവിളക്ക് തീർത്ഥാടനം തുടങ്ങിയ ആദ്യ ദിവസം മുതൽ ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നു. 57,256 ഭക്തർ ഇന്നലെ വൈകിട്ട് വരെ ദർശനം നടത്തി. നട തുറന്നപ്പോൾ മുതൽ വലിയ തിരക്കുണ്ടായിരുന്നു. രാത്രി 11 മണിവരെയാണ് ദർശനം. ഇന്ന് രാവിലെ 9 മണിവരെ 30,000-ന് മുകളിൽ ഭക്തരാണ് ദർശനം നടത്തിയത്. മിഥുൻ മുരളി തയ്യാറാക്കി റിപ്പോർട്ട് കണ്ടുവരാം. ഇന്നലെ വൈകിട്ട് 5 മണിക്ക് നട തുറന്നപ്പോൾ മുതൽ നിലയ്ക്കാത്ത ഭക്തജന പ്രവാഹമാണ്. മണ്ഡലകാലത്ത് അനുഭവപ്പെട്ട ഭക്തജനത്തിലേക്ക് അതേപടി തന്നെ മകരവിളക്ക് തീർത്ഥാടന കാലത്തും തുടരുകയാണ്. രാവിലെ 3 മണിക്ക് നട തുറന്നപ്പോൾ മുതൽ അനുഭവപ്പെടുന്ന ഭക്തജനത്തിരക്കാണ് എനിക്ക് പിന്നിൽ ഫ്ലൈ ഓവറിൽ കാണുന്നത്. ഫ്ലൈ ഓവറും നടപ്പന്തലുമെല്ലാം ഭക്തജനങ്ങളാൽ തിങ്ങി നിറഞ്ഞു. മരക്കൂട്ടം മുതൽ ക്യൂ ഉണ്ട്. മരക്കൂട്ടം മുതൽ ബാച്ചുകളായി തിരിച്ചുകൊണ്ട് ഭക്തജനങ്ങളെ മുന്നോട്ട് നീക്കുന്നു. ഫ്ലൈ ഓവറിലെ ക്യൂ സാവധാനമാണ് മുന്നോട്ട് നീങ്ങുന്നത്. മിനിറ്റിൽ 70 ഭക്തജനങ്ങളെ വീതം 18-ാം പടിക്ക് ഏറ്റുവിടുന്നു. ഏകദേശം ശരാശരി 3000-ഓളം ഭക്തജനങ്ങൾ മണിക്കൂറിൽ 18-ാം പടിക്ക് ഏറുന്നുണ്ട് എന്നുള്ളതാണ് കണക്ക്. മണ്ഡലകാല തീർത്ഥാടനം ആരംഭിച്ച ആദ്യ ദിവസം അനുഭവപ്പെട്ട ഭക്തജനത്തിരക്കിനേക്കാൾ കൂടുതൽ ഭക്തർ മകരവിളക്ക് തീർത്ഥാടന ദിവസം നട തുറന്നപ്പോൾ എത്തി എന്നുള്ളതാണ് കണക്ക്. 3000-ത്തിലധികം ഭക്തജനങ്ങളുടെ വർധനവ് മണ്ഡലകാല ആദ്യ ദിനത്തേക്കാൾ കൂടുതൽ മകരവിളക്ക് തീർത്ഥാടനത്തിന് നട തുറന്ന ആദ്യ ദിവസം ഉണ്ടായി. കാനനപാതയിലൂടെ ധാരാളം ഭക്തജനങ്ങൾ എത്തുന്നുണ്ട്. കുഞ്ഞു അയ്യപ്പന്മാർ, കുഞ്ഞു മാളികപ്പുറങ്ങളെല്ലാം ഈ മണിക്കൂറുകളിൽ ധാരാളമായി എത്തുന്നുണ്ട്. സന്നിധാനത്ത് വിവിധ ഇടങ്ങളിൽ വിരിവെച്ച് വിശ്രമിക്കുന്ന ഭക്തരുടെയും ദർശനം കഴിഞ്ഞ് മലയിറങ്ങുന്നതിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഭക്തരുടെയും എല്ലാം വലിയ തിരക്ക്. ഭക്തജന നിബിഡമാണ് സന്നിധാനത്ത്. വിവിധ ഇടങ്ങൾ, അന്നദാന മണ്ഡപത്തിന് മുൻഭാഗം, അരവണ കൗണ്ടറിന് മുൻഭാഗം, മാളികപ്പുറം ക്ഷേത്രത്തിന്റെ പരിസരങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം ഭക്തജനങ്ങൾ ധാരാളമായി തമ്പടിച്ചിരിക്കുന്നു. ഭക്തജന സഞ്ചയമാണ് സന്നിധാനത്ത് എങ്ങും. ഇനി പ്രധാനപ്പെട്ട ചടങ്ങുകൾ ജനുവരി 12-ാം തീയതി പന്തളം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടും. വിവിധയിടങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഘോഷയാത്ര മകരസംക്രമ നാളിൽ ജനുവരി 14-ാം തീയതി സന്നിധാനത്ത് എത്തും. മകരസംക്രമ നാളിൽ തിരുവാഭരണം ചാർത്തി ഭഗവാന് ദീപാരാധന നടക്കുമ്പോൾ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും. മകരജ്യോതി ദർശിക്കുന്നതിനും തിരുവാഭരണ വിഭൂഷിതനായ ഭഗവാനെ ദർശിക്കുന്നതിനുമൊക്കെയുള്ള ഭക്തരുടെ കാത്തിരിപ്പിന്റെ നാളുകളിയാണ് ഇനി ഉള്ളത്. ജനുവരി 19 വരെയാണ് ഭക്തർക്ക് ദർശനം നടത്തുന്നതിനുള്ള അവസരം ഉള്ളത്. ജനുവരി 20-ാം തീയതി പന്തളം രാജപ്രതിനിധി ദർശനം നടത്തി ആചാരപരമായി മലയിറങ്ങുന്നതോടുകൂടി ഇത്തവണത്തെ മകരവിളക്ക് തീർത്ഥാടനത്തിനും സമാപനമാകും. ജനുവരി 18-ാം തീയതി വരെ ഭക്തർക്ക് നെയ്യഭിഷേകം നടത്തുന്നതിനുള്ള സൗകര്യം. ജനുവരി 19-ാം തീയതി രാത്രിയാണ് ഹരിവരാസനം പാടി നടയടച്ചതിന് ശേഷം പ്രധാനപ്പെട്ട ചടങ്ങായ മാളികപ്പുറത്ത് വലിയ ഗുരുതി നടക്കുന്നത്. ഇങ്ങനെയാണ് ഈ തവണത്തെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ. ഇന്ന് പുലർച്ചെ 3 മണിക്ക് നട തുറന്ന് പതിവ് പൂജകൾ ആരംഭിച്ചു. രാത്രി 11 മണിക്ക് ഹരിവരാസനം പാടി നടയടയ്ക്കും. ഈ മണിക്കൂറുകളിലെല്ലാം വലിയ തിരക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് സന്നിധാനത്ത് നിന്ന് കാണുന്ന കാഴ്ച. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ സന്തോഷ് മണ്ണാർക്കാടിനൊപ്പം മിഥുൻ മുരളി.